ഇന്ന് നമുക്കൊപ്പം ഈ ഘട്ടത്തിൽ ഒരു അതിഥി കൂടി ചേരുകയാണ്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ അക്ഷരമുറ്റത്ത് പാറിപ്പറക്കാൻ നമ്മുടെ കുരുന്നുകൾ ഒരുങ്ങുമ്പോൾ ഈ സന്തോഷത്തിൽ നമുക്കൊപ്പം ചേരുന്നത് മറ്റാരുമല്ല, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെയാണ്. നമസ്കാരം മിനിസ്റ്റർ, സ്വാഗതം ന്യൂസ് 18 കേരളത്തിലേക്ക്. നമുക്ക് സ്കൂൾ തുറക്കുകയാണ്. എന്തൊക്കെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇതുവരെ നടത്തിയിട്ടുള്ള ഒരുക്കങ്ങൾ? എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ തയ്യാറായിട്ടുള്ളത് സ്കൂളുകളിൽ? ഇപ്രാവശ്യത്തെ ഒരു പുതുമയുള്ള 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ആദ്യത്തെ 14 ദിവസം പാഠപുസ്തകം കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. അത് മറ്റു കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ട, അത് ആ സ്കൂളിൻ്റെ സാഹചര്യം അനുസരിച്ച് വർക്കൗട്ട് ചെയ്യുന്നു. ഒന്നാമത്തെ കാര്യം, കുട്ടികളെ ആദ്യം പഠിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ പാഠപുസ്തകങ്ങളുടെ ഏറ്റവും പ്രസക്തമായ ഭാഗങ്ങൾ, ഒരു റിവിഷൻ. രണ്ടാമത് കുട്ടികളെ പഠിപ്പിക്കുന്നത് 10 സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു തുടക്കം കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഉദാഹരണം, ഇപ്പോൾ ലഹരി എന്തുകൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അതൊരു സാറ് കുട്ടികളെ പഠിപ്പിക്കുകയാണ്. ആ ലഹരി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭീകരതയൊക്കെ ഒന്ന് പറയുമ്പോൾ തന്നെ കുട്ടികൾക്ക് പിന്നെ മനസ്സിലാവും. അടുത്ത ഒരു വിഷയം പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത് ശുചീകരണം എന്തുകൊണ്ട് വേണം, നല്ല പെരുമാറ്റം, അധ്യാപകരോടും അതുപോലെ തന്നെ രക്ഷകർത്താക്കളോടും സഹപ്രവർത്തകരോടും നല്ല പെരുമാറ്റം. അത് പറയാൻ കാരണം വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ വർത്തമാന കാലഘട്ടത്തിലെ കുട്ടികൾ അത് ഈ വേറൊരു ലോകത്തെ ആണ് ജീവിക്കുന്നത്. അവർ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങളാണ് ലോകത്തെ അവസാനത്തെ കാര്യമെന്ന് വിശ്വസിക്കുന്ന ധാരാളം കുട്ടികളുണ്ട്. ഇപ്പം തന്നെ കോഴിക്കോട് ഒരു കുട്ടിയെ സഹപ്രവർത്തകർ ചേർന്നല്ലേ അവനെ കൊന്നത്. നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ലല്ലോ. മലപ്പുറത്ത് ഇതേപോലെ ഒരു സംഭവം നടന്നല്ലോ, ഗുരുതരമായ. എറണാകുളത്തൊരു കുട്ടി 26ാമത്തെ നിലയിൽ നിന്ന് ചാടിയല്ലേ മരിച്ചത്. ഇപ്രാവശ്യം അത് പല സ്കൂളുകളിലും ടീച്ചർമാരോട് കുട്ടികളെ പറഞ്ഞാൽ കേൾക്കുന്നില്ല. HMനോട് പോലും അവരൊക്കെ പേടിയാണ് ഇപ്പോൾ കുട്ടികളെ. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലുള്ള ഒരു പൗരബോധം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന് ധനം, സാമ്പത്തിക മാനേജ്മെന്റ്. പലതരത്തിലുള്ള കുട്ടികളാണല്ലോ വരുന്നത്. അതിനെ സംബന്ധിച്ചോളം പഠിപ്പിക്കുന്നുണ്ട്. പോക്സോ കേസിനെ സംബന്ധിച്ചിടത്തോളം എന്താണത്, അത് നിങ്ങൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഈ കാര്യത്തെ സംബന്ധിച്ചോളം പഠിപ്പിക്കുന്നുണ്ട്. ഈ നിലയിലുള്ള 10 പ്രധാനപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ മണിക്കൂറെടുത്ത് ഓരോ ദിവസം കുട്ടികളെ പഠിപ്പിക്കുകയാണ്. കേവലം നമ്മൾ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ പാഠപുസ്തകത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനപ്പുറം ഒരു നല്ല വ്യക്തിയാകാനും നല്ല മനുഷ്യനാകാനുമാണല്ലോ പഠിക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് വിദ്യാഭ്യാസ വകുപ്പിൽ തയ്യാറാക്കിയിട്ടുള്ളത് എന്നറിയാം. ഈ പുതിയ കാലത്ത് വീടുകളിലെ 4 ചുമരുകൾക്ക് ഉള്ളിലാണല്ലോ പല കുട്ടികളുടെയും ജീവിതം പോകുന്നത്. കാർഷിക സമൃദ്ധിയും മലയാളത്തിന് നന്മയും ഒക്കെ കൂടുതലായി അവരെ പഠിപ്പിക്കേണ്ടതുണ്ട്. അതേക്കുറിച്ചൊക്കെ വല്ലാത്തൊരു അജ്ഞത തന്നെയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ആശയങ്ങൾ ഏത് തരത്തിലാണ് ആലോചിച്ചിട്ടുള്ളത്? നോൺ അക്കാഡമിക് കാര്യങ്ങളിൽ മുൻതൂക്കം കൊടുക്കാതുള്ളതാണ്. പഴയ നിലയിൽ തന്നെ സ്പോർട്സിന് ഒരു ഡിവിഷൻ, അതിന്റെ സമയം കണ്ടെത്തണം. ആർട്സിലൊരു ഡിവിഷൻ. പണ്ട് നമുക്ക് തയ്യലിനൊക്കെ തന്നെ ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നു. മറ്റൊന്ന് കൃഷിയെ നമുക്ക് കുട്ടികൾ മറന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തെങ്ങിനെയും നമ്മുടെ നെല്ലിനെയും ഒക്കെ തന്നെ മറന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ. അപ്പം അത് അവരെ പഠിപ്പിക്കുകയാണ്. അപ്പം അത്തരത്തിലുള്ള പുതിയൊരു കാഴ്ചപ്പാട് ഒന്ന്. രണ്ടാമത്തെ സംഗതി, സബ്ജക്റ്റ് മിനിമം നടപ്പിലാക്കുകയാണ്. ഒരു കുട്ടിയെയും തോൽപ്പിക്കില്ല. പക്ഷേ ഈ പ്രാവശ്യം 9, 7, 6, 5 ഇത്രയും ക്ലാസ്സിലെ കുട്ടികളെ സബ്ജക്റ്റ് മിനിമം പഠിപ്പിക്കുക. ഇപ്പോൾ ഒരു ഗൗരവം വന്നു കുട്ടികൾക്ക് ഒരു ഗൗരവം വന്ന്, സാറന്മാർക്കൊരു ഗൗരവം വന്ന്, എല്ലാവർക്കും ഗൗരവം വന്ന്. സ്ട്രെസ്, സമ്മർദ്ദം, മാനസിക സമ്മർദ്ദം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും. അത് നമുക്ക് ചെയ്യണമെന്ന് ജനറലായിട്ട് പറയാനേ പറ്റുള്ളൂ. ഇപ്പോൾ എന്ന് പറഞ്ഞ സ്കൂളിൽ നിങ്ങൾ സൂമ്പ നടത്തണമെന്ന് പറയാൻ പറ്റില്ല. അവിടുത്തെ സാഹചര്യം നോക്കിയിട്ട്
എന്നാൽ ചിലപ്പോൾ അവിടെ നടത്താൻ പറ്റുന്ന യോഗ നടത്താൻ വേണ്ടി പറ്റുമായിരിക്കും, മറ്റൊരു സ്കൂളിൽ ഫുട്ബോൾ നടത്താൻ വേണ്ടി പറ്റുമായിരിക്കും, പക്ഷെ നടത്തിയിരിക്കണം. അപ്പോൾ അത് കായിക വകുപ്പും കുറേ സഹായങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കോച്ചസിനെയൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കളിസ്ഥലങ്ങൾ ഇല്ലാത്ത പ്രശ്നമുണ്ട്, പുതുതായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. ഓൺലൈൻ ഒന്ന് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്ന നിലയിലാണ് ആലോചിക്കുന്നത്. പിന്നെ അതെ, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മിനിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ഈ പരീക്ഷാഭാരം അതൊരു വലിയ ഭീതി തന്നെയാണ്. ഈ കുട്ടികളിലെ സമ്മർദ്ദം ലഘൂകരിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് എപ്പോഴും ആലോചിക്കാറുണ്ട്. ഇത്തവണ എന്തെങ്കിലും പുതിയ നടപടികൾ പദ്ധതിയിലുണ്ടോ? പരീക്ഷ ഇപ്പോൾ ഈ വർഷം നടപ്പിലാക്കിയില്ലെങ്കിൽ ഞാൻ ഒരു സമൂഹത്തിൽ ചർച്ചയ്ക്ക് വേണ്ടി വയ്ക്കുകയാണ്. പരീക്ഷകളുടെ എണ്ണം തന്നെ കുറയ്ക്കാൻ സംബന്ധിച്ചത് ആലോചിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ 3 പരീക്ഷ ഉണ്ടല്ലോ, അല്ല പിന്നെ ഓണപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, ഫൈനൽ പരീക്ഷ. ഇത് 3 മാസം 4 മാസം വച്ചിട്ടാണ് നടക്കുന്നത്. അത് നമുക്ക് കുറച്ചും കൂടെ പിന്നെ നമ്പർ കൂട്ടിയാലും അതിൻ്റെ സമയം കുറച്ച് നടത്താൻ എങ്ങനെ പറ്റുമെന്ന് സംബന്ധിച്ച് ആലോചിക്കുകയാണ്. ഇവിടെ 1ാം ക്ലാസ്സിൽ ചില സ്കൂളുകളിൽ, ചില അൺഎയ്ഡഡ് സ്കൂളുകളിൽ എൻട്രൻസ് പ്രവേശന പരീക്ഷ നടത്തിയാണ് കുട്ടി എഴുതി. അനുവദിക്കുന്ന പ്രശ്നമില്ല. പ്രവേശന പരീക്ഷയൊന്നും 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നടത്താൻ വേണ്ടി പറ്റില്ല. വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ ഒരിടത്തും പറയുന്നില്ല, കേന്ദ്ര ഗവൺമെന്റ് വിദ്യാഭ്യാസ നിയമത്തിലും പറയുന്നില്ല. അപ്പം അത്തരത്തിൽ പിന്നെ ഇപ്പോൾ അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുത്തു. പിന്നെ ഈ മെയിൻ്റനൻസ് എല്ലാ സ്കൂളുകളിലും ചെയ്തു കഴിഞ്ഞു. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലുള്ള പുതിയ കാര്യങ്ങളിലേക്ക് പിന്നെ പോവുകയാണ്. മിനിസ്റ്റർ, ഈ ഹൈസ്കൂളിലെ സമയമാറ്റം അതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ ഇതെങ്ങനെ ബാധിക്കുമെന്നുള്ള ആശങ്ക രക്ഷിതാക്കളിൽ വലിയ രീതിയിലുണ്ട്, അതൊക്കെ ചർച്ചയാകുന്നുമുണ്ട്. ഇത് പരിഹരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ? അതൊരു ആശങ്ക, ശരിയാണ് ആശങ്ക. ഇപ്പം യഥാർത്ഥത്തിൽ ഈ ഒരു പ്രശ്നം ഇങ്ങനെ കൊണ്ടുവന്നത് അതേ സംഘടന തന്നെയാണ്. 110 ദിവസവും 220 ദിവസവും എല്ലാം വെച്ച് മര്യാദയ്ക്ക് കാര്യങ്ങളോട് നടന്നുകൊണ്ടിരുന്നതാണ്. അപ്പോഴാണ് ഈ ദിവസങ്ങൾ കൂടിപ്പോയി ഞങ്ങളോട് ആലോചിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘടന കോടതി പോകാൻ വേണ്ടി തീരുമാനിച്ചു. കോടതി ഒരു ഉന്നതതല എക്സ്പെർട്ട് കമ്മിറ്റി വയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു ഉന്നതതല എക്സ്പെർട്ട് കമ്മിറ്റി വെച്ചു. ആ കമ്മിറ്റി ഒരു നിർദ്ദേശം നൽകി. ആ കമ്മിറ്റി നിർദ്ദേശം നൽകിയെന്ന് വെച്ചാൽ വിദ്യാഭ്യാസ അവകാശ നിയമം ഉണ്ടല്ലോ കേന്ദ്ര ഗവൺമെന്റിന്റെ, അതും അതുപോലെ കേരള എഡ്യൂക്കേഷൻ റൂള്, ഇത് രണ്ടും ബേസിക്കായിട്ട് എടുത്തുകൊണ്ടാണ് അവർ തയ്യാറാക്കിയത്. ഞങ്ങളും അത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിൽ പറയുന്നുണ്ട് ഒരു വർഷം എത്ര ദിവസം പഠിപ്പിക്കണം, എത്ര മണിക്കൂർ പഠിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. അതിന്റെ ഉത്തരവാദി അധ്യാപകർ തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും മിനിസ്റ്റർക്ക് പോവാൻ തിരക്കുണ്ടെന്നറിയാം. എന്തായാലും പുതിയതായി 2.5 ലക്ഷത്തോളം കുട്ടികളാണ് ഇന്ന് ആദ്യമായി സ്കൂളുകളിലേക്ക് എത്തുന്നത്. അതോടൊപ്പം വെക്കേഷനൊക്കെ കഴിഞ്ഞ് പുതിയ അധ്യയന വർഷവുമായിട്ടൊക്കെ ഇടപെടാൻ ബാക്കി കുട്ടികളും സ്കൂളിലേക്ക് എത്തുന്ന സമയമാണ്, ദിവസമാണ്. കുട്ടികളുടെ പ്രിയപ്പെട്ട മന്ത്രി അപ്പൂപ്പൻ അവരോട് എന്താണ് പറയാനുള്ളത്? പ്രിയപ്പെട്ട കുട്ടികളെ, ഈ വർഷത്തെ നമ്മുടെ പഠനം ജൂൺ മാസം 2-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. നിങ്ങളെല്ലാവരും നല്ല മിടുക്കന്മാരായി പഠിക്കുക. പഠിക്കുന്നതോടൊപ്പം സാമൂഹ്യ പ്രസക്തിയുള്ള പ്രശ്നങ്ങളിലും ഇടപെടുക എന്ന് മാത്രമല്ല പാഠ്യേതര വിഷയങ്ങളിലും നിങ്ങൾ പങ്കാളികളാകുക. അങ്ങനെ നിങ്ങളൊരു സമ്പൂർണ്ണ വിദ്യാർത്ഥിയായി വളർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി മിനിസ്റ്റർ, ഞങ്ങളോടൊപ്പം ചേർന്നതിന്. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് നമുക്കൊപ്പം അതിഥിയായി ഇന്ന് രാവിലെയിൽ ചേർന്നത്.